പറ്റാവുന്ന എല്ലാ രീതിയിലും വയനാടിനെ സഹായിക്കാൻ മനസ്സ് കാട്ടുകയാണ് മലയാളം. പണമായും ഭൂമിയായും സാധന സാമഗ്രികളായും ഒക്കെ സഹായം പ്രവഹിക്കുകയാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് ആടിന് സംഭാവന നൽകിയാണ് തിരുവനന്തപുരം പെരിങ്ങമല സ്വദേശി സന്തോഷ് കുമാർ വ്യത്യസ്തനായത്. വയനാട്ടിലുണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. ആ ദുരന്ത വാർത്ത അറിഞ്ഞ ആ ദിവസം മുതൽ, ആദ്യ മണിക്കൂറുകൾ മുതൽ വലിയ സഹായമാണ്. അതായത് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത, അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എല്ലാം നൽകാൻ തയ്യാറായവരാണ് മലയാളികൾ. അതിന്റെ കാഴ്ചകളായിരുന്നു ഓരോ ദിവസവും വയനാട്ടിൽ നിന്ന് നമ്മൾ ദുരന്തബാധിത മേഖലകളിൽ നിന്ന് കാണുന്നത്. പക്ഷെ അവിടെ മാത്രമല്ല, നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും അത്തരം ആളുകളുണ്ട്. എന്ത് നൽകിയും വയനാട്ടിലെ ജനതയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നവർ. ഇവിടെ ഞാനുള്ളത് പാലോട് പെരിങ്ങമലയാണ്. ഇവിടെ ഒരു വീട്ടിൽ അവർ ആടുകളെ വളർത്തുന്നുണ്ട്. ആടുകളെ തന്നെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് അതിനുവേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് സംഭാവന നൽകുകയാണ് സന്തോഷ് കുമാർ. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. എന്താണ് ഈ ആടിനെയൊക്കെ കൊടുത്തുകൊണ്ട്? നിങ്ങൾ സാലറി ചലഞ്ചിലൊക്കെ പൈസ കൊടുക്കുന്നവരല്ലേ? പല രീതികളിലും പൈസ കൊടുക്കുന്നു. അസോസിയേഷന്റെ രീതിയിൽ പൈസ കൊടുക്കുന്നുണ്ട്, നാട്ടിലെ പരിപാടിയിൽ പൈസ കൊടുക്കുന്നുണ്ട്, സാലറി ചലഞ്ചിന്റെ പൈസ കൊടുക്കുന്നുണ്ട്. എന്ത് കൊടുത്താലും നഷ്ടപ്പെട്ടവർക്കെല്ലാം നഷ്ടപ്പെട്ടില്ലേ, നമുക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ജോലി സമയങ്ങൾ, ഒഴിവുള്ള സമയങ്ങളിലാണ് ഈ ആട് വളർത്തലും മറ്റ് കൃഷിയൊക്കെ ചെയ്തു പോകുന്നത്. ഒഴിവുള്ള സമയം കൊണ്ട് എങ്ങനെയെങ്കിലും ചെയ്തു പോകുന്നതല്ലേ ഉള്ളൂ. സമയം കിട്ടാറില്ല. ഇനി പെൻഷൻ ആവാൻ 5 മാസമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഭംഗിയായിരുന്നു വളർത്തണമെന്നാണ് ആഗ്രഹം. ഫാമൊക്കെ കുറച്ചുകൂടെ വലുതാക്കുന്നത്. എന്താണ് ഈ ആളുകളുടെ ഒരു അവസ്ഥ? വയനാട് നമ്മൾ വാർത്തകളിലൂടെ കണ്ടു കാണുമല്ലോ. എന്തായാലും എന്താണ് അവിടുത്തെ ആളുകളിലൂടെ ഒരു അവസ്ഥയുടെ? ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ, ആളുകളെ തന്നെ നഷ്ടപ്പെട്ടു പോയില്ലേ, മുഴുവൻ നമ്മൾ ആൾക്കാരെ തന്നെ നഷ്ടപ്പെട്ടു പോയില്ലേ. അവർക്കിപ്പോ ആർക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പോലും ആൾക്കാരില്ലാത്ത സ്ഥിതിയാണ്. അവർക്ക് മൊത്തം ആൾക്കാർ നഷ്ടപ്പെട്ടവരുണ്ട്. ഇനി ഉള്ളവർക്ക്, ഇനി കുറച്ചെങ്കിലും ബാലൻസ് നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും നമ്മളെ ജനങ്ങളെല്ലാവരും കൂടെ സഹായിച്ച്, നമ്മുടെ നാട്ടുകാരും നമ്മുടെ പാർട്ടിക്കാരെല്ലാം കൂടെ സഹായിച്ച് അതിനെ താങ്ങി നിർത്തിക്കൊണ്ടുപോകണം. അതിന്റെ ഭാഗമാകാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത്ര തന്നെ ഉള്ളത്. ഇതാണ് കേരളം, ഇതാണ് മലയാളികൾ. എന്തും കൊടുത്തായാലും വയനാടിനെ തിരിച്ചു കൊണ്ടുവരാൻ, ആ ജനങ്ങളെ അവർക്ക് ഒരു പുതിയൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ മലയാളികൾ ഒന്നടങ്കം രംഗത്തിറങ്ങുകയാണ്. അതിന്റെ ഒരു കാഴ്ചയാണ്, അഭിമാനാർഹമായ കാഴ്ചയാണ് പെരിങ്ങമലിൽ നിന്നും നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്.